എനിക്കിപ്പോ അമ്മയുടെ അടുത്ത് ഇപ്പോഴാണ് റെസ്പെക്റ്റും സ്നേഹവും ആ ഒക്കെ. ഒരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ എനിക്കാണെങ്കിലും സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എന്നെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കും അമ്മ. അതെ, അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്നുള്ളത്. റിയലൈസ് ആ ചെയ്യത്തില്ല. സമയത്ത് നമ്മൾക്ക് ഏറ്റവും ശത്രു അപ്പൊ ചില ഫ്രണ്ട്സിന്റെ അമ്മ പറയും ആ ഫ്രണ്ട്സ് കൊള്ളില്ല, നിനക്കത് മോശം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഫ്രണ്ട്സിനോടുള്ള സ്നേഹം കാരണം നമ്മൾ അമ്മേനെയാണ് വെറുക്കുന്നത്. കാരണം അമ്മേനെയാണല്ലോ നമുക്ക്. സെയിം മടി എനിക്കും ഉണ്ടായിട്ടുണ്ട്. അമ്മ പറയും ഇത് ശരിയാകത്തില്ല, നിനക്ക് ശരിയായുള്ള ഫ്രണ്ട് അല്ല ഇതെന്ന്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരും. അമ്മ എന്ന് പറയുന്നത് നമുക്ക് സത്യം അതാണ്, ആ ഒരു ഫ്രണ്ട് നമുക്ക് നല്ലതല്ലാതെ ആകും. സത്യം. അത് അമ്മ പറയുന്നത് കറക്റ്റ്. അമ്മ ഒരു, ഞാനെപ്പോഴും വിചാരിക്കും എൻ്റെ അമ്മ ഒരു റബ്ബർ പന്ത് പോലെയാണ്, എത്ര എറിഞ്ഞാലും അമ്മ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതൊരു ഭയങ്കര ഫീലാണ്. അത് അമ്മമാരെല്ലാം ഐ തിങ്ക് അങ്ങനെ തന്നെയല്ലേ. നമ്മൾ എത്രത്തോളം തള്ളി പറഞ്ഞാലും സത്യം അവരേ ഉള്ളൂ. അത് നമ്മൾക്ക് ഒരിക്കലും എന്താ പറയാ, നമ്മൾക്ക് ഒരിക്കലും ആ പ്രായത്തിലോ അല്ലെങ്കിൽ ഈ ഒരു കൗമാര പ്രായത്തിലുള്ള പിള്ളേരോടൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ, നമ്മുടെ ടൈമും നമ്മുടെ അനുഭവങ്ങളും നമ്മൾ അങ്ങനെയാണ് വരിക. ഇപ്പം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പോലും എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ്, അല്ലാതെ ഒരിക്കലും എനിക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ എനിക്കറിയാം ചേച്ചിക്ക് എല്ലാത്തിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു മ്യൂച്വൽ കാര്യം ഉള്ളതിനും ഫ്രണ്ട്ഷിപ്പിലാണ്. പല കാര്യങ്ങൾക്കും ഹേർട്ട് ആവുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ്, ചത്ത് കടന്നത് സ്നേഹിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ്. സത്യം സത്യം. പക്ഷെ ചോദിച്ച ഫ്രണ്ട്സ് ആരും എടി ആരടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്?